കിഴക്കൻ യു പിയുടെ ചുമതല നൽകിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി വദ്രയെ AICC ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ രൂപഭാവങ്ങളോടെ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ മാസത്തിൽ ശ്രീനഗറിൽ വെച്ച് അവരുടെ രാഷ്ട്രീയ സെക്രട്ടറി ആയിരുന്ന ML ഫത്തേദാറിനോട് വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നത് തൻ്റെ പിൻഗാമിയാണ് പ്രിയങ്ക എന്ന് ഇന്ദിര പറഞ്ഞുവെന്നാണ്. തൻ്റെ രൂപഭാവങ്ങളോടെയാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയെന്നും പ്രിയങ്കയെ കാണുന്നവർ തന്നെ കാണുമെന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞതായി ഫത്തേദാർ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ ചിനാർ ലീവ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും സജീവമായി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നും നിരവധി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ 1999 തന്നെ താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും രാഷ്ട്രീയം മാത്രമല്ല ജനസേവനത്തിനുള്ള ശക്തിയെന്ന് താൻ തിരിച്ചറിയുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി വെളിപ്പെടുത്തുകയുണ്ടായി. അന്ന് BBC നൽകിയ ഇൻ്റർവ്യൂവിൽ അവർ അത് തുറന്നു പറയുകയും ചെയ്തു. എങ്കിലും റായ്ബറേലിയിലും അമേഠിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക സജീവമായി രംഗത്തുണ്ടായിരുന്നു. 2007 UPയിൽ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി അമേഠി മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധി പ്രചാരണം നടത്തി. അന്ന് 7 വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. 2002 ഈ 10 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്ന് നിരവധി കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി അമേഠിയിലും റായ്ബറേലിയിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി രംഗത്ത് വരുമ്പോഴേക്കും ഭരണപക്ഷത്തുണ്ടാകുന്ന ഒരു അങ്കലാപ്പ് എന്ന് പറയുന്നത് പ്രിയങ്കയിൽ ജനങ്ങൾ ഇന്ദിരയെ ദർശിക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്ദിരാഗാന്ധിയുടെ രൂപഭാവങ്ങൾ മാത്രമല്ല, ജനങ്ങളെ സ്നേഹിക്കാനുള്ള കഴിവ്, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവ്, ആ വ്യക്തിപ്രഭാവം അങ്ങനെ തന്നെ നിഴലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് പ്രിയങ്കയുടേത്. നിലവിൽ UPയിൽ ആര് ജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് രാജ്യഭരണം നിശ്ചയിക്കപ്പെടുന്നത്. 80 സീറ്റുകളുള്ള UPയിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ഡൽഹിയിലെ അധികാര കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ്സിനെ നയിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളായിരുന്ന മുസ്ലിങ്ങളും ബ്രാഹ്മണരുമടങ്ങുന്നവർ കോൺഗ്രസിനെ കൈവിട്ടതാണ് UPയിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായത്. എന്നാൽ സമീപകാലത്ത് നടന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് പൊരുതി അധികാരത്തിലെത്താൻ കഴിഞ്ഞ വലിയ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ്സിനുള്ളത്. ഈ ഒരു ആത്മവിശ്വാസം UPയിലും പ്രതിഫലിപ്പിക്കാൻ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രിയങ്കയുടെ വരവ് കൂടുതൽ സഹായകരമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ UPയിൽ മാത്രമായിരിക്കില്ല പ്രിയങ്ക ഇഫക്റ്റ് സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ജാതി രാഷ്ട്രീയത്തിൽ നിന്നും ഉടലെടുത്ത പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രഭാവം വാങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. ആ ഒരു സ്പേസ് മുതലെടുക്കുക എന്നുള്ള രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഇന്ത്യൻ ജനത സ്വീകാര്യത നൽകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെയാണ് 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞത് എന്നുള്ളത് കോൺഗ്രസ്സിന് വലിയ അനുഭവ പാഠം നൽകുന്നുണ്ട്. നിലവിലുള്ള കാർഷിക മേഖലയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതുവഴി
കൂടുതൽ ജനവിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ള കോൺഗ്രസിൻ്റെ പദ്ധതി നടപ്പാക്കാൻ പ്രിയങ്ക ഗാന്ധി കൂടുതൽ ഉപകരിക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സൈക്കോളജിയിൽ ബിരുദവും ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ MA-യും നേടിയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി കുട്ടികളോട് വളരെയധികം വാത്സല്യം കാട്ടുന്ന സ്വഭാവക്കാരിയാണ്. തൻ്റെ പിതാമഹൻ ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ കുട്ടികളോട് അതിരറ്റ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന പ്രിയങ്ക താൻ അംഗമായ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഓഫീസിൻ്റെ ഒരു നില കുട്ടികൾക്കുള്ള ലൈബ്രറിയായി തന്നെ രൂപകൽപ്പന ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തൻ്റെ കുടുംബജീവിതത്തിൽ കുട്ടികളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്ന സ്വഭാവക്കാരിയാണ് പ്രിയങ്ക. ഭർത്താവ് റോബർട്ട് വദ്രയുടെ പേരിലുള്ള ആരോപണങ്ങളും അന്വേഷണങ്ങളുമാണ് ഇതുവരെ പ്രിയങ്കയെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ നിന്നും തടഞ്ഞത് എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അത്തരം കേസുകളൊക്കെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് തീർച്ചയായും കോൺഗ്രസ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടി അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ അടുത്ത തെരഞ്ഞെടുപ്പിന് തീർച്ചയായും നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നത് വഴി കോൺഗ്രസ് കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് കോൺഗ്രസ്സിന് കരുത്തു നൽകുന്നതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.